നമസ്കാരം. പോരാളി ഷാജി, തോട്ടക്കുട്ടൻ, കിണറ്റിലെ പോരാളി, വെട്ടുക്കിളി, മേസ്തിരി ബിനു, അങ്ങനെ പലരുമുണ്ട് CPMൻ്റെ ക്യാപ്സൂൾ ഫാക്ടറികൾ ഇട്ട് വിലസുന്നവർ. ഇവരൊക്കെ പാർട്ടിയെ ഉദ്ധരിക്കാൻ ഇറങ്ങിത്തിരിച്ചവരെന്നാണ് ധാരണ. എങ്കിൽ തെറ്റി. ഫേസ്ബുക്ക് മെറ്റ വഴി ഇവർക്കൊക്കെ നല്ല പ്രതിമാസ വരുമാനം കിട്ടുന്നുണ്ട്, നല്ല പണം കിട്ടുന്നുണ്ട്. പക്ഷെ അതൊന്നും നോക്കാതെ പാർട്ടി നന്നാക്കാൻ ഇറങ്ങിത്തിരിച്ച കോടിയേരി ബാലകൃഷ്ണൻ്റെ ഇളയ പുത്രൻ ബിനീഷ് കോടിയേരി നല്ലൊരു സൈബർ പോരാളിയാണ്. ഹൈക്കോടതി അഭിഭാഷകനാണ്. CPM വഴി അങ്ങനെ തെറ്റിപ്പോകുന്ന പിണറായിക്കും കൂട്ടർക്കും വഴി തെറ്റുന്നു എന്ന് കണ്ടപ്പോൾ ആശാൻ തിരുത്തൽ വാദം തുടങ്ങി. ഫേസ്ബുക്കിലും മറ്റും ഒരു കടുത്ത CPM തിരുത്തൽ വാദിയായി. പക്ഷേ രക്ഷയില്ല. ബിനീഷ് സഖാവിന് മെമ്പർഷിപ്പ് ഇല്ല എന്ന് മാത്രം. വർഷങ്ങൾക്ക് മുമ്പ് ചില കേസുകൾ പിന്നാലെ പിടികൂടിയപ്പോൾ CPM മെമ്പർഷിപ്പ് പിൻവലിച്ചങ്ങ് തലയുരിയതാണ്. പിന്നെ ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടേ ഇല്ല. ഇതുവരെ മെമ്പർഷിപ്പ് പുതുക്കി നൽകിയിട്ടില്ല. കാരണം അതും വ്യക്തമല്ല. പക്ഷെ ഒന്നുണ്ട്, ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കുറേ കമ്മ്യൂണിസ്റ്റ് വോട്ടുകളുള്ള സ്ഥലത്ത് ബിനീഷ് കോടിയേരി പ്രചരണത്തിന് ചെന്നത്രേ. അങ്ങനെ കിട്ടാവുന്ന ചില വോട്ടുകളും ഇല്ലാതാക്കി എന്നാണ് പറയുന്നത്. SFI മുതൽ തുടങ്ങിയതാണ് ഈ പാർട്ടി പ്രവർത്തനം. അപ്പോൾ പ്രചരണത്തിനൊക്കെ വ്യക്തമായും ഒരു മനസ്സ് തുറന്ന് പോയിരിക്കും. പക്ഷേ പോയതിൻ്റെ പേരിൽ കുറേ വോട്ടുകൾ പോയി. എന്നോടൊരു സുഹൃത്ത് പറഞ്ഞാണ്, താങ്കൾ ചെയ്ത ചില വീഡിയോകൾ എനിക്ക് ദോഷമായി വന്നത്രേ. അപ്പോൾ പിന്നെ CPMൽ ഇത് സ്വാഭാവികം. അതുകൊണ്ടാണ് അത്രേ 4ാം തവണയും ബിനീഷിന് മാത്രമായിട്ട് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കി നൽകാത്തത്. സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനാണ്, മുൻ പാർട്ടി സെക്രട്ടറിയുടെ മകനാണ്, എന്നിട്ടും മെമ്പർഷിപ്പില്ല. എന്തുകൊണ്ട് പാർട്ടി കമ്മിറ്റി വിഷയം ചർച്ച ചെയ്യില്ല? കാരണം ഈ മെമ്പർഷിപ്പ് പോയാലും അവർക്കൊരു വിഷയവുമില്ല. എന്തായാലും ബിനീഷ് കോടിയേരി ഇപ്പോഴും സൈബർ പോരാളിയെ തന്നെ തുടരുകയാണ്. അടുത്തത്, ദൈവം സഹായിച്ച് നവകേരള രക്ഷാപ്രവർത്തനം നടത്തിയ എല്ലാവർക്കും ശക്തമായ പണി കിട്ടാൻ പോവുകയാണ്. ഗുരുതരമായ കുറ്റങ്ങൾ ചുമത്തുമെന്നാണ് കേട്ടത്. സംഭവത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് പ്രത്യേക അന്വേഷണ സംഘം അവർക്കെതിരെ കനത്ത വകുപ്പുകൾ ചുമത്തുന്നതിന് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. കോടതിയിൽ കേസും രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ആടിയില്ലെന്ന് ആരാണ്? അജിത് കുമാർ എന്ന മുൻ ADGP. മുമ്പ് ക്രമസമാധാന ചുമതലയായിരുന്നു. പൂരം കലക്കുന്നതിൻ്റെയൊക്കെ സുപ്രധാനമായ തീരുമാനങ്ങളെടുത്ത അതേ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ. രക്ഷാപ്രവർത്തനം എന്ന പേരിൽ ഇപ്പോഴത്തെ തോമസ് MLA വരെ അന്ന് ഒതുക്കിക്കൂട്ടി ആലപ്പുഴയിൽ മർദ്ദിച്ച അതേ വിഷയം, അതേ കേസ് ഡയറി, ആ കേസ് ഡയറി തിരുത്തി എന്നാണ് ഈ ADGPയുടെ പേരിലുള്ള ഇപ്പോഴത്തെ ആരോപണം. വെറും ആരോപണമല്ല, അന്വേഷണ സംഘം തിരുത്തിയ പുതിയ കേസ് ഡയറിയും തിരുത്താത്ത പഴയ കേസ് ഡയറിയും വീഡിയോ ദൃശ്യങ്ങളൊന്നും ലഭ്യമല്ല എന്ന് പറഞ്ഞാണ് പുതിയ കേസ് ഡയറി തിരുത്തിയത്. അങ്ങനെ 2 കേസ് ഡയറികളും സമാന്തരമായി അടുത്തടുത്ത് വെച്ച് പഠിച്ച് അവർ തീരുമാനിച്ചു ഇത് തിരുത്തിയത് തന്നെ. എന്തായാലും 30 ദിവസത്തിനകമാണ് റിപ്പോർട്ട് നൽകാൻ പറഞ്ഞത്. ഒരാഴ്ചക്കകം തന്നെ പ്രത്യേക സംഘം അന്വേഷിച്ച് കോടതിക്ക് റിപ്പോർട്ട് കൈമാറുകയും ചെയ്തു. അങ്ങനെ പുതിയൊരു കേസ് വന്നിരിക്കുന്നു. ഇനി ADGPയുടെ കാര്യം ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കും. ആ റിപ്പോർട്ട് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന് മുന്നിലാണ്. നമ്മുടെ സാക്ഷാൽ പോലീസ് മന്ത്രി രമേശ് ചെന്നിത്തലയുടെ കയ്യിലാണ്. VD സതീശൻ കടുത്ത നിലപാടെടുത്തുകൊണ്ട് രമേശ് ചെന്നിത്തല എന്ത് നിലപാടെടുക്കുമെന്ന് ഇനി കണ്ടറിയണം. എന്തായാലും ഒരു ഭാഗത്ത് ADGP MR അജിത് കുമാർ അടക്കം കുടുങ്ങിയിരിക്കുന്നു. രക്ഷാപ്രവർത്തനം നടത്തിയവരൊക്കെ കുടുങ്ങിയിരിക്കുന്നു. മറുഭാഗത്ത് മുൻ പാർട്ടി സെക്രട്ടറിയും മുൻ മന്ത്രിയുമൊക്കെ ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബത്തോട് കടുത്ത അവധാനത, കടുത്ത എതിർപ്പ്. എന്താണ്? ബിനീഷ് കോടിയേരി ചില നേതാക്കളെ ലക്ഷ്യം വെച്ച് അവരെ നന്നാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത്രേ. ബിനീഷ് കോടിയേരിക്ക് ഇത് വേണം. തലശ്ശേരിയിൽ പാർട്ടിയെ വളർത്താൻ കോടിയേരി സഖാവ് കിണഞ്ഞ് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ കേരളത്തിൽ പാർട്ടിയെ തകർക്കാൻ മകൻ ബിനീഷ് കോടിയേരി സഖാവ് കിണഞ്ഞിറങ്ങിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിലെ സംസാരം. എന്തായാലും CPM ആയതുകൊണ്ട് ഇതൊന്നും ആർക്കും പുത്തരിയല്ല. പിന്നെ രക്ഷാപ്രവർത്തനം വധശ്രമമാകുമ്പോൾ അതിന് ഇനി അങ്ങോട്ട് സസ്പെൻഷനാണോ പിരിച്ചുവിടലാണോ എന്നൊക്കെ ഇനി കണ്ടറിയണം. എന്താണ് VD സതീശൻ സർക്കാർ എടുക്കുന്ന തീരുമാനമെന്ന് ഇനി കണ്ടറിയേണ്ടി വരും. എന്തായാലും ഇത് CPM എന്ന പാർട്ടിയിൽ അടിച്ചിരിക്കുന്ന ഒന്നിലധികം ആണികളാണ്. ഈ ആണികൾ ഇളക്കി മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ്. പാർട്ടി ഒന്ന് ഉയർന്നു വരാൻ ശ്രമിക്കുമ്പോൾ ആണിയടിച്ച് താഴ്ത്തുന്ന ഈ നീക്കമുണ്ടല്ലോ, അത് വളരെ
ദുരുദ്ദേശപരമാണെന്ന് മാത്രമേ വി ഡി സതീശനോട് പറയാനുള്ളൂ. കാരണം 25 MLA-മാരുള്ള പാർട്ടിയാണ് CPM. അവരിങ്ങനെ ഇട്ട് അപമാനിക്കരുതെന്നേ സതീശനോടൊന്ന് പറയാനുള്ളൂ, മുഖ്യമന്ത്രി സതീശനോട്.